യു കെയിലെത്തി സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും തന്നെ ആഗ്രഹമാണ്. അതിനുള്ള ശ്രമങ്ങളാണ് പലരും ചെയ്യാറുള്ളത്. യു കെയിൽ എത്തുന്ന എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് ലഭിക്കുമോ? റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ്? യു കെയിൽ കുട്ടികൾ ജനിച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക്കായി സിറ്റിസൺഷിപ്പ് ലഭിക്കുമോ? PR ലഭിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാണ് സിറ്റിസൺഷിപ്പ് ലഭിക്കുക? അതിനുള്ള പ്രധാന ക്രൈറ്റീരിയകൾ എന്തൊക്കെ തടസ്സങ്ങളാണ് ലഭിക്കുന്നതിനുള്ളത്? ആദ്യം തന്നെ എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് നോക്കാം. ഇപ്പോൾ യു കെയിൽ ജനിച്ചു വളർന്നവരെ ഇവിടെയുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നതാണ് പൗരത്വമെങ്കിൽ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് യു കെയിൽ വർക്ക് വിസയിൽ വരുന്നവർക്ക് 5 വർഷം കഴിയുമ്പോൾ നാച്ചുറലൈസ്ഡ് സിറ്റിസൺസ് ആകാനുള്ള ഓപ്ഷനാണ് യു കെ ഗവൺമെന്റ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം പേർ യു കെയിൽ വരുന്നതും ഇവിടെ തന്നെ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ആ ഒരു സാധ്യത പരമാവധി ഉപയോഗിക്കുന്നതും. ഇന്ത്യയിൽ നിന്ന് ജോലിക്കായി എത്തുന്നവർ, അവരുടെ കൂടെ എത്തുന്ന ഡിപ്പെൻഡൻസ്, അവർക്കുണ്ടാകുന്ന കുട്ടികൾ, അവർക്ക് യു കെയിൽ ലഭിക്കുന്ന സിറ്റിസൺഷിപ്പിനാണ് നാച്ചുറലൈസ്ഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുക. മെയിൻ ആപ്ലിക്കന്റ് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കണമെങ്കിൽ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ 5 വർഷക്കാലം യു കെയിൽ താമസിച്ചിരിക്കണം. യു കെയിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് മുൻപ് നേടേണ്ട പ്രധാന ഡോക്യുമെന്റ് ആണ് ILR അഥവാ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ. അത് യു കെയിൽ 5 വർഷക്കാലം താമസിക്കുന്നവർക്ക് അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ വർക്ക് വിസയിലുള്ളവരുടെ കാര്യത്തിൽ. എന്നാൽ ഏതെങ്കിലും വിസയിൽ യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ അപേക്ഷിക്കാൻ കഴിയില്ല. സ്റ്റുഡന്റ് വിസ ഉൾപ്പെടെയുള്ള ധാരാളം കാറ്റഗറികൾ ILRൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് പ്രധാന ക്രൈറ്റീരിയ ആയിട്ടുള്ളത് ഇംഗ്ലീഷ് നോളജ് പ്രൂവ് ചെയ്തിരിക്കണം. IELTS OETO ഏത് ഇംഗ്ലീഷ് ടെസ്റ്റ് ആണോ ആ ഒരു റിക്വയർമെന്റും സിറ്റിസൺഷിപ്പിന്റെ ഭാഗമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ക്രൈറ്റീരിയ പ്രൂവ് ചെയ്യേണ്ടി വരും. ഒരു പ്രധാന റിക്വയർമെന്റ് ആണ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നുള്ളത്. യു കെയിലെ ജീവിത രീതികൾ എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, ട്രഡീഷൻ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ് ലൈഫ് ഇൻ ദ UK ടെസ്റ്റ്. ഈ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷനോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. യു കെയിൽ സ്ഥിരമായി താമസിക്കണം, യു കെയിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് മാത്രമാണ് ഒരു സിറ്റിസൺഷിപ്പ് ഓപ്ഷൻ നൽകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യു കെയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ മാത്രമാണ് ആ ഒരു ഓപ്ഷൻ എടുക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന ക്രൈറ്റീരിയയാണ് ഗുഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും യു കെയിൽ വരുന്ന ക്രിമിനൽ സംഘങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും എല്ലാവർക്കും ഇത് കംപ്ലീറ്റ്ലി ആപ്ലിക്കബിൾ ആണ്. ഗുഡ് ക്യാരക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ പങ്കാളികളായിട്ടുണ്ടോ, ഏതെങ്കിലും കേസുകളിൽ അവരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ, ഏതുതരം കേസിലാണ് അവർ പങ്കാളികളായത്, ഈ കാര്യങ്ങളൊക്കെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഗുഡ് ക്യാരക്ടർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യേണ്ടിയും വരും. മറ്റൊരു പ്രധാന കാര്യമാണ് യു കെയിലെ ഒരു ഇമിഗ്രേഷൻ ലോയും ലംഘിക്കാൻ പാടില്ല എന്നുള്ളത്. അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും സമയത്ത് ഇമിഗ്രേഷൻ റൂളുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, ഇവ സ്റ്റുഡൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ സമയം ജോലി ചെയ്യുക, അതല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇമിഗ്രേഷൻ ലോയുടെ ലംഘനമായാണ് കണക്കാക്കുക. ആ സാഹചര്യങ്ങളിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാകും. സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് മുൻപായി ആപ്ലിക്കന്റിന്റെ വിശദമായ കാര്യങ്ങൾ ഹോം ഓഫീസ് പരിശോധിക്കും. യു കെയിൽ എത്തിയതിനു ശേഷം അവർ എന്ത് ചെയ്യുകയായിരുന്നു, ഈ വർഷങ്ങളിലൊക്കെ അവർ എവിടെയായിരുന്നു താമസിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള കേസ് അവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും സിറ്റിസൺഷിപ്പ് അനുവദിക്കുക. യു കെയിൽ സിറ്റിസൺഷിപ്പിനാണെങ്കിലും ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആണെങ്കിലും ചില പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ഗവൺമെന്റ് ഇളവുകൾ നൽകാറുണ്ട്. ഉദാഹരണത്തിന് യു കെക്ക് പുറത്ത് എത്ര നാൾ താമസിച്ചു എന്നുള്ളതിനെ കുറിച്ചെല്ലാം. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 450 ദിവസത്തിൽ കൂടുതൽ യു കെക്ക് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയ. കഴിഞ്ഞ 12 മാസത്തിനിടയിൽ 90 ദിവസത്തിൽ കൂടുതൽ യു കെക്ക് പുറത്താകാൻ പാടില്ല എന്നുള്ള നിയമവും ഗവൺമെന്റ് നൽകുന്നു. എന്നാൽ അതിലെല്ലാം പലപ്പോഴും ഇളവുകൾ നൽകാറുമുണ്ട്. മറ്റൊരു പ്രധാന ക്രൈറ്റീരിയയാണ് യു കെയിൽ ഒരു സമയത്തും ഇല്ലീഗലായി താമസിച്ചിട്ടില്ല എന്നുള്ളത്. ഇമിഗ്രേഷൻ ലോകളൊന്നും ബ്രേക്ക് ചെയ്യാതെ യു കെയിൽ കഴിഞ്ഞു എന്നുള്ളതിനുള്ള തെളിവ് നൽകണം. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ലഭിച്ചതിന് ശേഷം 2 വർഷത്തിൽ കൂടുതൽ യു കെക്ക് പുറത്താകാനും പാടില്ല. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ എന്നാൽ ഒരു ലോങ് വിസ മാത്രമാണ്. 2 വർഷത്തിൽ കൂടുതൽ യു കെക്ക് പുറത്താകുന്ന സാഹചര്യത്തിൽ ILR നഷ്ടമാകും. പിന്നീട് യു കെയിലോട്ട് വരണമെങ്കിൽ റിട്ടേൺ ടു റെസിഡന്റ് വിസ എന്ന ഓപ്ഷനിലാണ് യു കെയിലോട്ട് എത്താനാവുക. സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലമായി യു കെയിൽ ഫിസിക്കലി പ്രസന്റഡ് ആണ് എന്നും നിയമത്തിൽ പ്രത്യേകം പറയുന്നു. യു കെയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാൻ കഴിയൂ. യു കെക്ക് പുറത്ത് നിന്നുകൊണ്ട് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ നൽകാനുമാകില്ല. യു കെയിൽ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നുള്ളത് വലിയ ചിലവുള്ള കാര്യം കൂടിയാണ്. 1630 പൗണ്ടാണ് ഒരു സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. 1630 പൗണ്ട് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 1,63,000 രൂപ. അതോടൊപ്പം തന്നെ 2 റെഫറൻസും നൽകണം. 2 പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി, നമ്മളെ റെഫർ ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന 2 സിറ്റിസൺസ് ആയിട്ടുള്ളവരുടെ റെക്കമെൻഡേഷനും ആവശ്യമാണ്. ബ്രിട്ടീഷ് സിറ്റിസൺസ് ആയിട്ടുള്ളവരുടെ സ്പൗസിന്റെ കാര്യത്തിൽ ചില ഇളവുകളുണ്ട്. 3 വർഷക്കാലമെങ്കിലും അവർ യു കെയിൽ ഉണ്ടായാൽ മതി. അതിലെല്ലാം പല ക്രൈറ്റീരിയകളുമുണ്ട്. അതോടൊപ്പം തന്നെ 270 ഡേയ്സിൽ കൂടുതൽ യു കെക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന നിയമവുമുണ്ട്. ബ്രിട്ടീഷ് സിറ്റിസൺസിന്റെ സ്പൗസ് ആണെങ്കിലും അവർക്കെല്ലാം റിക്വയർമെന്റും വേണം. ലൈഫ് ഇൻ ദ UK ടെസ്റ്റും മറ്റ് ക്രൈറ്റീരിയകൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യേണ്ടതില്ല. എങ്കിലും ഒരു അക്സെപ്റ്റബിൾ ലെവലിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന് തെളിയിക്കേണ്ടി വരും. UK
UK-യിൽ സിറ്റിസൺഷിപ്പ് ലഭിച്ചതിന് ശേഷം കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായി ആ കുട്ടി സിറ്റിസണായി മാറും. സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഏതെങ്കിലും ഒരു പേരന്റിന് ILR-ഓ സിറ്റിസൺഷിപ്പോ ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം. UK-യിലെ ആംഡ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിന് തടസ്സമില്ല. സിമ്പിളായ പ്രോസസ്സിലൂടെ അവർക്ക് സിറ്റിസൺഷിപ്പ് നൽകും. UK-യിൽ ധാരാളം പേര് വർക്ക് വിസയിൽ കഴിയുന്നവരാണ്. വർക്ക് വിസയിലുള്ളവരുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആയിരിക്കും ലഭിക്കുക. മനുഷ്യാവകാശ നിയമങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് UK. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുട്ടികൾ 5 വർഷക്കാലമായി അവർക്ക് പ്രത്യേക സ്റ്റാറ്റസ് ഒന്നുമില്ല, ഒരു രാജ്യത്തെയും സിറ്റിസൺ അല്ല എന്ന് തെളിയിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് 5 വർഷം കൊണ്ട് തന്നെ സിറ്റിസൺഷിപ്പ് UK-യിൽ നൽകും. ചില സാഹചര്യങ്ങളിൽ UK-യിൽ സിറ്റിസൺഷിപ്പ് എടുക്കാതെ ഇന്ത്യൻ പാസ്പോർട്ടുമായി വർഷങ്ങളോളം കഴിയുന്നവരുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ തുടരാം, അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ILR റിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനാകും. അതല്ലെങ്കിൽ വർക്ക് വിസ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ അവരുടെ കുട്ടികൾക്ക് UK-യിലെ സിറ്റിസൺഷിപ്പ് വേണമെന്ന സാഹചര്യത്തിൽ അത് ഹോം ഓഫീസിന്റെ ഡിസിഷനാണ്. ആ കുട്ടികൾക്ക് സിറ്റിസൺഷിപ്പ് നൽകണമോ വേണ്ടയോ എന്നുള്ളത്. പേരൻസ് വിദേശ സിറ്റിസൺസ് ആകുന്ന സാഹചര്യത്തിൽ UK-യിൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വളരെയധികമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്ത്യക്കാരാണെങ്കിലും ഒരു തവണ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തന്നെയാണ് നമ്മൾ പിന്നീട് കോൺടാക്ട് ചെയ്യേണ്ടത്. ILR ലഭിക്കുന്നവരുടെ കാര്യത്തിൽ 2 വർഷത്തിൽ കൂടുതൽ പുറത്ത് താമസിക്കുകയാണെങ്കിൽ ILR നഷ്ടപ്പെടും. എന്നാൽ സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ UK-യിലെ സിറ്റിസൺസിന് എത്ര വർഷം വേണമെങ്കിലും UK-ക്ക് പുറത്ത് താമസിക്കാനും എപ്പോൾ വേണമെങ്കിലും UK-യിലോട്ട് തിരികെ എത്തുന്നതിനും യാതൊരു തടസ്സവുമില്ല. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ലിമിറ്റുമില്ലാതെ കണ്ടീഷനുകളൊന്നുമില്ലാതെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് നൽകുന്നത്. 7 വർഷം മുൻപാണ് എനിക്ക് സിറ്റിസൺഷിപ്പ് ലഭിച്ചത്. അതിനുശേഷം ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. UK-യിൽ വർക്ക് വിസയിലുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് പബ്ലിക് ഫണ്ട് ആക്സസ് ചെയ്യാനായി അനുമതിയില്ല. എന്നാൽ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതോടെ UK-യിലെ പബ്ലിക് ഫണ്ടും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനാണ് അവർക്ക് ലഭിക്കുക. ഇത് എല്ലാ ബെനിഫിറ്റുകളും UK-യിലെ ഒരു പൗരനെ പോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാനുമാകും. ധാരാളം ബെനിഫിറ്റുകൾ അതെല്ലാം ആക്സസ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. സിറ്റിസൺസിന്റെ കാര്യത്തിൽ ചൈൽഡ് ബെനിഫിറ്റുകൾ, സ്റ്റുഡന്റ് ലോണുകൾ, സ്കോളർഷിപ്പുകൾ, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, ഇതുപോലെ ധാരാളം ഓപ്ഷനുകൾക്ക് അപേക്ഷിക്കുന്നതിന് സിറ്റിസൺസിന്റെ കാര്യത്തിൽ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ബ്രിട്ടീഷ് പാസ്പോർട്ടിന്റെ മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് നിരവധി രാജ്യങ്ങളിൽ യാത്ര ചെയ്യാമെന്നുള്ളത്. 191 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ അതല്ലെങ്കിൽ യാതൊരു വിസയും ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള ഓപ്ഷൻ. അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വിസ ലഭിച്ചതെന്ന്. യാതൊരു വിസയും ആവശ്യമില്ല, ട്രാവൽ ഓതറൈസേഷൻ നൽകിയാൽ മാത്രം മതി, അപ്പോൾ തന്നെ അത് അപ്രൂവ് ആവുകയും ചെയ്യും ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ളവരുടെ കാര്യത്തിൽ. ഇപ്പോൾ ഞാനുള്ളത് ഗ്രീസിന്റെ തലസ്ഥാനമായ ഏതൻസിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങളിലും നമുക്ക് വളരെ ഈസിയായി യാത്ര ചെയ്യാൻ കഴിയുന്ന, ഇമിഗ്രേഷൻ തടസ്സങ്ങളൊന്നുമില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു ഫ്രീഡം കൂടിയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ടിലൂടെ ലഭിക്കുക. ബിസിനസ് തുടങ്ങാൻ മാത്രമല്ല ഗവൺമെന്റിന്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ടും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നത് ബ്രിട്ടീഷ് സിറ്റിസൺസിന് തന്നെ. ബേസിക്കായ പ്രൊസീജിയറുകളിലൂടെ നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. ധാരാളം അഡ്വാൻറ്റേജുകളാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്താൽ നമുക്ക് ലഭിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് UK-യിൽ സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബ്രിട്ടീഷ് സിറ്റിസൺ ആവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യാം. മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.